കോക്രോച്ച് ജനതാ പാർട്ടി CJPയുടെ പാർലമെന്റ് മാർച്ചിന് പോലീസ് അനുമതി നൽകിയില്ല. നാളെയാണ് പാർലമെന്റിലേക്ക് CJP മാർച്ച് പ്രഖ്യാപിച്ചിരുന്നത്. CJP അനുമതി നേടി അപേക്ഷ നൽകിയിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജി ആവശ്യപ്പെട്ട് ആശുപത്രിക്കുള്ളിലും നിരാഹാര സമരം തുടരുകയാണ് സോനം വാങ്ചുക്. സോനത്തിന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. രക്തപരിശോധനാ ഫലങ്ങളിൽ നേരിയ വ്യതിയാനമുണ്ട്. തുടർച്ചയായ വൈദ്യസഹായം ആവശ്യമാണെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, നാളെ വർഷകാല സമ്മേളനം തുടങ്ങുകയാണ്. സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്റിലേക്ക് ഒരു മാർച്ച് നടത്തും എന്നാണ് CJP പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അനുമതി നൽകില്ലെന്നാണോ മനസ്സിലാക്കുന്നത്, അതോ അപേക്ഷ നൽകിയില്ലെന്നാണോ? സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം എങ്ങനെ പുരോഗമിക്കുന്നു? അരുൺകുമാർ, ഞാൻ CJP വേദിയിലാണ്, സമരവേദിക്ക് സമീപമാണ് ഉള്ളത്. CJP സമരവേദിയിൽ നിന്ന്, ജന്തർ മന്ദറിൽ നിന്ന് നാളെ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ഇതുവരെ ഒരു അപേക്ഷയും നൽകിയിട്ടില്ല എന്ന് ദില്ലി പോലീസ് പറയുന്നു. ഇനി അപേക്ഷ നൽകുകയാണെങ്കിലും അനുമതി നൽകാനാകില്ല എന്ന അഭിപ്രായം, എന്ന നിലപാട് ദില്ലി പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് പാർലമെന്റ് മാർച്ചുകളൊക്കെ ദില്ലി ജന്തർ മന്ദറിൽ വെച്ച് തന്നെ നടത്തുകയാണ് പതിവ്. പുറത്തേക്ക് ഇറങ്ങിയ ഒരു മാർച്ച് നടത്താനുള്ള അനുമതി സാധാരണഗതിയിൽ നൽകില്ല. മാത്രമല്ല, നാളെ പാർലമെന്റിന്റെ മൺസൂൺ കലാ സമ്മേളനം തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ അനുമതി നൽകാൻ ഒരു കാരണവശാലും സാധിക്കില്ല എന്നാണ് അറിയിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയൊരു വാർത്ത വരുന്നത്, സോനം വാങ്ചുക്കിന്റെ ആരോഗ്യ നില വിവരിച്ചുകൊണ്ടുള്ള ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. രക്തപരിശോധന ഫലങ്ങളിൽ നേരിയ വ്യതിയാനമുണ്ട് എന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. തുടർച്ചയായ വൈദ്യസഹായം ആവശ്യമാണ് എന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് SFIയുടെ ഒരു കോർണറിന്റെ അടുത്താണ്. ഇവിടെ SFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ആദർശം സജി നിരാഹാരമിരിക്കുന്ന ഭാഗമാണ്. നമുക്ക് സംസാരിക്കാൻ തോന്നുന്നു. ഈ സമരവുമായി മുന്നോട്ട് തന്നെയാണ്, ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാജ്യവ്യാപകമായി തന്നെ ഈ സമരം ശക്തമാക്കുന്നതിനുള്ള ഇടപെടൽ നടത്തി. രാജ്യത്താകമാനം തന്നെ നിരവധി ക്രാന്തി കോർണർ, ജന്തർ മന്ദറുകൾ ഉണ്ടാവുക, വലിയ സമരവുമായി മുന്നോട്ട് പോകാൻ നിരാഹാര സമരത്തിലാണ് അല്ലേ? നിരാഹാര സമരത്തിലാണ്. നാളെ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തും, അനുമതി നൽകിയാലും ഇല്ലെങ്കിലും. അനുമതി നൽകിയാലും ഇല്ലെങ്കിൽ അത് പ്രഖ്യാപിച്ചതാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അത് ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഏതായാലും ഇതാണ് നിലപാട്. സമരം തുടരും എന്ന പ്രഖ്യാപനം SFI നടത്തുന്നു. ഒപ്പം ഐസ, ASF അടക്കമുള്ള ഇടത് വിദ്യാർത്ഥി സംഘടനകളൊക്കെ സമാനമായി നിരാഹാര സമരവുമായി രംഗത്തുണ്ട്. നൂറുകണക്കിന് പ്രവർത്തകരാണ്, CJP അനുയായികളാണ് ജന്തർ മന്ദറിലേക്ക് ഒഴുകിയെത്തുന്നത്. സോനം വാങ്ചുക് ഇപ്പോഴും ആശുപത്രിക്കുള്ളിൽ നിരാഹാര സമരം തുടരുന്നു എന്ന കാര്യം കൂടി ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുന്നുണ്ട്. ട്രിപ്പായി ഏതെങ്കിലും രൂപത്തിലുള്ള മിനറൽസ് അകത്തേക്ക് കൊടുക്കാനുള്ള അനുവാദം നൽകിയിട്ടില്ല സോനം വാങ്ചുക്. ഭക്ഷണം കഴിക്കാനും തയ്യാറായിട്ടില്ല എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ആശുപത്രിക്കുള്ളിലും നിരാഹാര സമരം തുടരുകയാണ് സോനം വാങ്ചുക്. സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കണം, പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഭിജിത് ദീപ്കയും ആദർശും അടക്കമുള്ളവർ ജന്തർ മന്ദറിലും നിരാഹാര സമരം തുടരുകയാണ്. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു. അപ്പോൾ പാർട്ടികളുടെ പാർലമെന്റ് മാർച്ച് തടയും എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. പോലീസ് പറയുന്നത് ഞങ്ങൾക്ക് അപേക്ഷ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അനുമതി കിട്ടിയാലും ഇല്ലെങ്കിലും മാർച്ച് നടത്തുമെന്നാണ് CJPയും ഇപ്പോൾ SFIയും ഒക്കെ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്.